പാവപ്പെട്ടവരും സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ നിരാസത്തിന്റെ അങ്ങേയറ്റമാണ്. മനുഷ്യനായി നിൽക്കുന്നവർക്ക്, സമൂഹത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളവർക്ക്, ഒരു പൗരന്റെ എന്തെങ്കിലും ചുമതലാബോധമോ സഹജീവി സ്നേഹമോ കരുണയോ മനുഷ്യന്റെ എന്തെങ്കിലും വികാരങ്ങളോ ഉള്ളവർക്ക് ഇത് സാധിക്കുമോ എന്നറിയില്ല. കാരണം അത്രയേറെ നമുക്കറിയാം, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒരു ആയുസ് മുഴുവൻ ചുമടെടുക്കുന്ന മനുഷ്യർ, രോഗങ്ങളോട് വെല്ലുവിളിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ ഒക്കെ കൈകളിലേക്കാണ് ഈ പറയുന്ന എണ്ണിച്ചുട്ടപ്പം പോലെ ഈ പണം എത്തുന്നത്. അത് കൈയിട്ട് വാരാൻ ഉള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. നോക്കൂ, ഇതിൽ കൃത്യമായ ഒരു പരിശോധന ഉണ്ടാകണം, ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും ആവശ്യം. അത് ഏതെങ്കിലും ഒരു സർവീസ് ചട്ടപ്രകാരം എന്നതിനപ്പുറത്ത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ അവർ അവരുടെ പെൻഷന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള വില കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്നവരാണെങ്കിൽ കൃത്യമായ മാതൃകാപരമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇതിൽ ഈ അവർക്ക് മാത്രമേ ഈ പെൻഷൻ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള പെൻഷൻ കൈപ്പറ്റിയവർക്ക് മാത്രം നടപടിയെടുത്താൽ ശരിയാവില്ല മാധു. ഇത് തീർച്ചയായിട്ടും ഇതിന് ഒത്താശ ചെയ്തവർക്കും വേണം, അവർക്കെതിരെയും നടപടിയെടുക്കണം. മാധുവിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ട്രഷറിയുടെ പടിക്ക് ചെന്നിട്ട് എനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതയുണ്ട് തരൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു സംവിധാനമല്ല. നമ്മുടെ മാനദണ്ഡങ്ങൾ അങ്ങേയറ്റം വിപുലമാണ്. ഒരു 20 സെക്കൻഡ് എനിക്ക് തരണം. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ അനർഹരായവരുണ്ടെന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 ഡിസംബർ 31 വരെയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കായി മസ്റ്ററിംഗ് ഏർപ്പെടുത്തുകയും അതുവഴി അനർഹരായവരെയും മരണപ്പെട്ടവരെയും പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അംബാസിഡർ കാർ ഒഴികെയുള്ള ഏത് 4 ചക്ര വാഹനമുള്ളവർക്കും ഇത്തരത്തിൽ പെൻഷൻ അർഹതയില്ല. അപ്പോൾ മാനദണ്ഡങ്ങളൊക്കെ ഞാനിത് വായിക്കാൻ കാരണം ഈ മാനദണ്ഡം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചം വന്നു. ആ രോമാഞ്ചം വന്ന് ഞാൻ തന്നെയാണ് പറയുന്നത്. മറിയക്കുട്ടിമാർക്ക് സത്യത്തിൽ 2000 രൂപ കൊടുക്കട്ടെ. ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു 63,67,000 പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. അതിന് 756 കോടി ചെലവാകുന്നുണ്ടെന്നും പറയുന്നു. സുഹൃത്തെ, ആ കണക്ക് എനിക്ക് കിട്ടിയതാണ്. ഇത് ഈ 63 ലക്ഷം എന്നുള്ളത് യഥാർത്ഥത്തിൽ 50 ലക്ഷത്തിൽ താഴെയുള്ളവർ മാത്രമേ അർഹതപ്പെട്ടവരായിട്ടുള്ളൂ. അവർക്ക് നിങ്ങൾ ഈ പെൻഷൻ 2000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കേവലം വരിക 500 കോടി രൂപയിൽ താഴെയാണ്. ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത്തരത്തിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ എന്നെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? 85 മുതൽ 90 വരെ അദ്ദേഹം ഗൾഫിൽ പണിയെടുത്തിരുന്നു, കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, പൊരി വെയിലത്ത് കമ്പി കെട്ടുന്ന പണി ജോലി ചെയ്തിരുന്നു. ഒരു NRI എന്ന നിലയ്ക്ക് എൻ്റെ അപേക്ഷ നിരസിച്ചിട്ടുള്ള ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഹരിദാസ് സാറെ ഇത്തരത്തിലുള്ള സംഭവം നടക്കുക? അപ്പോൾ അർഹരായവർക്ക് നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പെൻഷൻ നിഷേധിക്കുകയും അനർഹരായവർ ഇത്തരത്തിൽ പെൻഷൻ പറ്റുകയും ചെയ്യുന്ന കാര്യം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണത് ഉമ്മൻചാണ്ടി സർക്കാരിന് കുറ്റം പറയുക, സിദ്ധാരാമയ്യ സർക്കാരിന് കുറ്റം പറയുക? അത് സർക്കാർ കണ്ടെത്തി വിളിച്ചു പറഞ്ഞു എന്നുള്ളത് അഭിമാനകരമാകുമ്പോൾ തന്നെ സർക്കാർ സംവിധാനം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് നികുതിദായകരായ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആശ്രിത പെൻഷൻ കൈപ്പറ്റുന്ന 1,43,860 പേര് സംസ്ഥാനത്തുണ്ട്. അവരുടെ കൃത്യമായ മസ്റ്ററിംഗ് നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയത് എന്താണെന്നറിയോ മാധു? അവരുടെ കൃത്യമായ മസ്റ്ററിങ്ങിനുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ഭാര്യയുടെ അർഹമായ പെൻഷൻ കിട്ടുന്നു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അർഹമായ പെൻഷൻ കിട്ടുന്നു. ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ട ഒരിടത്ത് ഇത്തരത്തിൽ ആശ്രിത പെൻഷൻ വാങ്ങുന്നവരുടെ കൃത്യമായ കണക്ക് പോലും സൂക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതും ട്രഷറിയിൽ നിന്ന് പോലും പണം അടിച്ചു മാറ്റുന്നു എന്നുള്ളതും ഇത്തരത്തിൽ അനർഹരായവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൈയിട്ട് വാരി തിന്നു എന്നുള്ളതും കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? സൂക്ഷ്മമില്ലാത്തവന്റെ മുതലേ നാണമില്ലാത്തവൻ തിന്നുന്ന അവസ്ഥയിലെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കുമ്പോൾ അത് കൃത്യമായൊരു പാനൽ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെ കരിവാരി തേക്കാനാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മാധു.